അയാള് കണ്ടാ കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടണേക്കാലം വരെ ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി രണ്ടിൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി കേട്ടാ. ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്ന് കയറുന്നു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാൽ മതി. നീ അവളെ കൊല്ലുക തിന്നുക എന്താ ചെയ്തോ. ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ എന്നാ വാ. മുഹൂർത്തായി. നീ മണ്ഡപത്തിലേക്ക് ഇറങ്ങി. അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളിയകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് വാ, ആരെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കടാ. എനിക്ക് വശം കൊടുത്തില്ല. എന്നെ വിട്ടേ ശിവന പ്ലീസ്. ഒന്നും കാണുന്നില്ല. സീൻ പിടിച്ച് കണ്ട് കളിച്ചു. എന്താണ് അവിടെ തർക്കം? അല്ല ഈ ജ്യൂസ് കൊടുക്കാനായിട്ട്. ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണം അമ്മ. അതിനെ പറ്റിയുള്ള തർക്കമാണ്. ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി. അത്രേ ഉള്ളോ? അതെ അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൊടുക്കാൻ. നീ അല്ല മാവാ അത് പോടാ പോടാ പോവാൻ. ഒന്നാം പ്രതി അവൻ ഒരാളെ കിട്ടിയിടവേ. അത് അയാൾ അവർക്ക് കൊടുക്കൂ. കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ പോണായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണ് എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. എന്റെ പറയപ്പ അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ സമയമല്ലോ. അതെ വത്സലേ, അതെ കുട്ടി റെഡി ആയി വരാൻ പറ. അങ്ങോട്ട് കയറാം. അയ്യോ അതെ, പണി പാളിയെന്ന് തോന്നുന്നു. അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്ന. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്കും മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ? നീ അവിടെ ഇരിക്കേ, ഒന്ന് അച്ഛി. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അവള് ചത്തല്ലേ? പിന്നെ മോളെ മോളെ സിന്ധു സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണ. വത്സലേ വത്സലേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുഴയുന്നല്ലോ കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇവിടുന്ന് എവിടെ പോയി? എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിച്ചില്ല. എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ? എടുത്ത്. ഹലോ
ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടമൊക്കെ ആ പാലത്തിനടുത്ത്? ഓ, പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. എടാ സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കണം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം, അടിപൊളി. എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ നാളെ അവളുടെ അയാളുടെയും കല്യാണമാണ്. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ എൻ്റെ സപ്പോർട്ടാ. ഇപ്പോൾ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക. എവിടെ? അയാളുടെ വീട്ടില്. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ? ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? അവൻ ഏതാ നടുക്കണ വെള്ളത്തിൻ്റെയാണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. നാളെ 9:30 ഇറങ്ങും. ഇല്ല, നീ നേരെ അങ്ങോട്ട് വാ. ഓക്കെ. എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താണ് അവിടെ? ആരാടാ നീ? ചേട്ടാ ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ, സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്താ താക്കോലേ എന്റെ കയ്യിലാ.